ഇനി US Weekly Roundup powered by PG Group of Companies in American Kitchen. വെൽക്കം ബാക്ക് ടു അമേരിക്കൻ കിച്ചൺ. ഞാൻ ഇസ്മീറ. ഇന്നത്തെ അമേരിക്കൻ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്നത് മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡിൻ്റെ കുറച്ച് റെസിപ്പീസാണ്. ഇന്നത്തെ റെസിപ്പീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ ഫ്ലേവറിലുള്ള സ്ക്രാമ്പിൾഡ് എഗ് ബേഗൽ സാൻഡ്വിച്ചും ബെറി ഡിലൈറ്റ് ചിയ പുഡിങ്ങും ഡ്രിങ്കായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നത് സ്വീറ്റ് സൺറൈസ് മോക്ടെയിലുമാണ്. മെഡിറ്ററേനിയൻ ഫ്ലേവറിലുള്ള സ്ക്രാമ്പിൾഡ് എഗ് ബേഗൽ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മുട്ട, സ്പിനച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, ആലിവ്സ്, ചെറി ടൊമാറ്റോസ്, ഫെഡ ചീസ്, പാഴ്സ്ലി, ഗ്രീൻ അനിയൻസ്, ഹെർബ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓറിഗാനോ, റെഡ് പെപ്പർ ഫ്ലേക്സും. ആവക്കാഡോ മാഷിന് വേണ്ടിയിട്ട് ആവക്കാഡോ, ലെമൺ ജ്യൂസ്. ബേഗിൾ എടുത്തിരിക്കുന്നത് എവറിത്തിങ് ഓൺ ബേഗിളാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻസ് യൂസ് ചെയ്യുന്നത് അരഗുളയാണ്. ആദ്യം തന്നെ നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് ഒന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് കുറച്ച് ഉപ്പിട്ട് ഒന്ന് നമുക്ക് അടിച്ച് എടുക്കാം. നമുക്ക് ഒരു ഫ്രൈങ് പാനിലേക്ക് ആദ്യം കുറച്ച് ഓലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഇടുന്നത് ഗ്രീൻ അനിയൻസ് ആണ്. ഇതിലേക്ക് ടൊമാറ്റോസും ആലിവ്സും സ്പിനച്ചും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയൊന്ന് ആഡ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. ഹെർബ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഓറിഗാനോ ആണ്. അത് നമുക്ക് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ലീവ്സും ആഡ് ചെയ്യാം. എരിവിന് ആവശ്യമായിട്ടുള്ള റെഡ് പെപ്പർ ഫ്ലേക്സും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഫെറ്റ ചീസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മെഡിറ്ററേനിയൻ ഫ്ലേവറിലുള്ള സ്ക്രാമ്പിൾഡ് എഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേഗിളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള അവക്കാഡോ മാഷ് ഒന്ന് തയ്യാറാക്കാം. ബേഗൽ സാൻഡ്വിച്ചിന് നമ്മൾ സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു അവക്കാഡോ മാഷാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവക്കാഡോയിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സോൾട്ടും റെഡ് പെപ്പർ ഫ്ലേക്സും ഇട്ട് അതൊന്ന് സീസൺ ചെയ്ത് എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് മാഷ് ചെയ്ത് എടുക്കാം. അവക്കാഡോ മാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് തയ്യാറാക്കാം. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബേഗിളൊന്ന് ഞാൻ ലൈറ്റായിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്നത് അവക്കാഡോ മാഷാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് ടോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രീൻസ് അരഗുളയാണ്. ഇത് നല്ലൊരു പെപ്പറി ഫ്ലേവർ ഈ സാൻഡ്വിച്ചിന് കൊടുക്കും. മെഡിറ്ററേനിയൻ ഫ്ലേവറുള്ള സ്ക്രാമ്പിൾഡ് എഗ് ബേഗൽ സാൻഡ്വിച്ച് തയ്യാറായി. സ്വീറ്റ് ചിയ പുഡിങ്ങിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചിയ സീഡ്സ് 1/2 കപ്പ്, 2 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ വാനില പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഹണി. ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നത് ബ്ലൂബെറീസ്, സ്ട്രോബെറീസ്, കിവി, റാസ്ബെറി. ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സൺഫ്ലവറും പംകിൻ സീഡ്സും സെസമി സീഡ്സിൻ്റെ മിക്സാണ്. ചിയ സീഡ് പുഡിങ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയയാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ചിയ സീഡ്സ് ആണ്. ചിയ സീഡ്സ് എപ്പോഴും നമ്മൾ സോക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിയ പുഡിങ്ങിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ചിയ സീഡ്സ് ഒരു 2 കപ്പ് പാലിൽ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഇന്ന്
ഇന്നിപ്പോൾ ഇതിൽ ഫ്ലേവറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വാനിലയാണ്. അതുപോലെ തന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ മിക്സ്ചർ ഇനി നമുക്കൊരു 1 to 2 hours ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ചിയ സീഡ്സ് ഇതിലത്തെ ലിക്വിഡ് എല്ലാം ഒന്ന് അബ്സോർബ് ചെയ്ത് സ്വെലപ്പ് ചെയ്ത് ഒരു ജെല്ലി ലൈക്ക് ടെക്സ്ചർ ആകും. ഞാൻ ഓൾറെഡി ഒരു 2 മണിക്കൂർ മുമ്പ് കുറച്ച് ചിയ സീഡ്സ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒരു ജെല്ലി ലൈക്ക് ടെക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ചിയ സീഡ് പുഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബെറീസും ഫ്രൂട്ട്സും ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെറുതായിട്ട് ഒന്ന് പ്യൂറേ ചെയ്ത് എടുക്കാം. ഇനി ഈ ബെറി ഡിലൈറ്റ് ചിയ പുഡിംഗ് ഒന്ന് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ്സ് റെഡിയാണ്. അതുപോലെ തന്നെ ഞാൻ ബെറീസും കിവിയും ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്യൂറേ ചെയ്തിട്ടുണ്ട്. ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് കുറച്ച് വാനില യോഗർട്ടും എടുത്തു വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ ബേസിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറി പ്യൂറെ കുറച്ച് ഇടുകയാണ്. എന്നിട്ട് കുറച്ച് ചിയ പുഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ്. പ്യൂറെ ആക്കാതെ തന്നെ നിങ്ങൾക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കിവിയാണ്. അതുപോലെ തന്നെ കുറച്ച് വാനില യോഗർട്ടാണ്. ഇനി നമുക്ക് ചിയ പുഡിംഗ് ഇടാം. കുറച്ച് ബ്ലൂബെറി പ്യൂറെ, വാനില യോഗർട്ട്, ചിയ പുഡിംഗ്. നമ്മൾ പല ലെയേഴ്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടോപ്പിൽ കുറച്ച് റാസ്ബെറി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട് ഞാനിവിടെ പംകിൻസും സൺഫ്ലവർ സീഡ്സും സെസമി സീഡ്സിൻ്റെയും ഒരു മിക്സ്ചറാണ് ആഡ് ചെയ്യുന്നത്. ബെറി ഡിലൈറ്റ് ചിയ പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. സ്വീറ്റ് സൺറൈസ് മോക്ടെയിലിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സിറപ്പ് തയ്യാറാക്കണം. ഗ്രനഡിൻ സിറപ്പ് എന്നാണ് അതിന് പറയുന്നത്. ഇത് യൂഷ്വലി നമ്മൾ മോക്ടെയിൽസും കോക്ടെയിൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷുഗർ സിറപ്പാണ്. പൊമഗ്രനേറ്റ് ജ്യൂസ് വെച്ച് തയ്യാറാക്കുന്ന സിറപ്പാണ്. നമുക്ക് ഗ്രനഡിൻ സിറപ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ഫ്രഷ് പൊമഗ്രനേറ്റ് ജ്യൂസും 1 കപ്പ് പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരും കൂടെ ഒന്ന് നല്ലോണം ബോയിൽ ചെയ്ത് തിക്കായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കാവുന്നതാണ്. സ്വീറ്റ് സൺറൈസ് മോക്ടെയിലിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്ത ഗ്രനഡിൻ സിറപ്പും ഐസ് ക്യൂബ്സുമാണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഗ്രനഡിൻ സിറപ്പാണ്. ഇത് ഈ ഓറഞ്ച് ജ്യൂസിനേക്കാളും തിക്കറായത് കാരണം അത് അടിയിലേക്ക് പോകും. നമുക്കൊരു സൺറൈസ് ഇഫക്റ്റാണ് ഈ മോക്ടെയിൽ തരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൻറ്റും ഓറഞ്ച് ലീവ്സിൻ്റെയും ഒരു ടോപ്പിംഗ് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ബെഡ് റെസിപ്പീസ് എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും കുട്ടികളെയും ഇത് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ഹാപ്പി മദേഴ്സ് ഡേ. വീക്ക്ലി റൗണ്ടപ്പ് പവർഡ് ബൈ PG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.
Criffe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Criffe's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Criffe's Law Firm Limited. www.criffeslaw.com.